നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത എന്ന ഗ്രന്ഥം വളരെയധികം പ്രസിദ്ധമായ ഒന്നാണ്. ഭഗവത്ഗീതയെക്കുറിച്ച് കേട്ടറിവ് ഉള്ളവരാകും മിക്കവാറും എല്ലാവരും തന്നെ. എന്നാൽ ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത് എന്ന് ശരിയായി അറിയുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതിന് കാരണം ഭഗവത്ഗീതയിലെ വിഷയം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല. മിക്കവാറും ഭഗവത്ഗീതയെക്കുറിച്ച് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പലതരത്തിലാണ് ഭഗവത്ഗീതയെ വ്യാഖ്യാനിച്ച് വിവരിച്ചു കൊടുക്കുന്നത്. പലപ്പോഴും ശരിയായി ഭഗവത്ഗീത പഠിച്ച് വിവരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ കുറവാണ്. ഭഗവത്ഗീത ശരിയായി വായിക്കാതെ പഠിക്കാതെ അതിലെ വിഷയങ്ങൾ ഊഹിച്ച് പറയുന്നവരുടെ ഒരു എണ്ണമാണ് വളരെ കൂടുതൽ. ഇങ്ങനെ ഊഹിച്ച് പറയുന്നത് തന്നെ ബോധപൂർവം അതിലെ അർത്ഥത്തെ, അതിലെ ആശയത്തെ തെറ്റിച്ച് പറയുന്നവരുണ്ട്. അത് പല പല ഉദ്ദേശത്തോടു കൂടി. എന്നാൽ അതേപോലെ തന്നെ അറിവില്ലായ്മ കൊണ്ട് അതിലെ ആശയങ്ങൾ തെറ്റിച്ച് പറയുന്നവരുണ്ട്. ഇങ്ങനെ ഏതൊക്കെ വിധത്തിലായാലും ഭഗവത്ഗീതയെക്കുറിച്ച് വളരെ വളരെ വ്യത്യസ്തമായ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഭഗവത്ഗീതയെക്കുറിച്ച് കൃത്യമായി അറിയാൻ നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്നത്. സാധാരണഗതിക്ക് ഒരാളെ സംബന്ധിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആവും ഭഗവത്ഗീതയെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ. അതുകൊണ്ട് ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകത്തിൻ്റെയും ശരിയായ അർത്ഥം, അതിന് പരമ്പരാഗതമായ രീതിയിൽ എങ്ങനെയാണോ അതിൻ്റെ അർത്ഥം വിവരിക്കുന്നത്, ആ വിവരിക്കുന്ന രീതിയിൽ അത് പഠിക്കാനും അതിനെക്കുറിച്ച് വിചാരം ചെയ്യാനും ആണ് ഗീതാ സപര്യ എന്ന ഈ പരമ്പര ആരംഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഭഗവത്ഗീത ഒരു സ്വതന്ത്ര ഗ്രന്ഥമല്ല. നമ്മുടെ മഹത്തായ ഇതിഹാസം, മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത. വേദവ്യാസ മഹർഷി എഴുതിയ ആ മഹാഭാരതത്തിൽ ഭീഷ്മപർവത്തിലെ 25 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളാണ്. അങ്ങനെയുള്ള ആ 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീത എന്ന പേരിൽ ഒരു ഗ്രന്ഥമായി അറിയപ്പെടുന്നത്. ഈ ഭഗവത്ഗീത ഒരു ഗ്രന്ഥമായി വേറിട്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉപയോഗിച്ചു വന്നു. ഈ ഭഗവത്ഗീതയെ നമ്മൾ ഉപനിഷത്ത് എന്നാണ് വിളിക്കാറുള്ളത്. ഭഗവത്ഗീത യഥാർത്ഥത്തിൽ ഉപനിഷത്തല്ല, ഭഗവത്ഗീതമാണ്, ഭഗവാന്റെ ഗീതമാണ്. ആ ഭഗവത്ഗീത എന്ന് പറയാൻ കാരണം അതിനെ ഉപനിഷത്തായി കണക്കാക്കുന്നത് കൊണ്ടാണ്. ഭഗവത്ഗീത ഉപനിഷത്ത് എന്ന് വേണം അത് പൂർണ്ണമായി പറയാൻ. ആ ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ എന്ന് ഓരോ അധ്യായത്തിൻ്റെയും അവസാനത്തിൽ പറയുന്നത് നമുക്ക് ഭഗവത്ഗീതയിൽ വായിക്കാൻ കഴിയും. ഇങ്ങനെ ഒരു ഉപനിഷത്ത് എന്ന രീതിയിൽ ഭഗവത്ഗീതയെ എടുത്ത് പഠിക്കുന്നു. ഈ ഉപനിഷത്ത്, ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ഗ്രന്ഥം ജീവിതത്തിലെ എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രചോദകമായി തീരാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാവരെയും പ്രചോദിപ്പിക്കാൻ, എല്ലാവരെയും മനസ്സിനെ ഉത്തേജിപ്പിക്കാൻ ഈ ഭഗവത്ഗീതയ്ക്ക് സാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അത് നമുക്കറിയാം, ആധ്യാത്മിക രംഗത്തുള്ളവർക്ക് ആധ്യാത്മിക സാധനയ്ക്ക്, അവരുടെ സാധനയിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിന്, ആത്യന്തിക ദുഃഖ നിവൃത്തിക്ക്, മോക്ഷത്തിന് ഈ ഭഗവത്ഗീത ഒരു മാർഗമാണ്. അത് പൊതുവെ തന്നെ നമ്മൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ യുദ്ധരംഗത്ത്, മഹാഭാരത യുദ്ധത്തിൻ്റെ ആ സന്ദർഭത്തിൽ അർജുനന് ശ്രീഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. അതുതന്നെ ഒരു രാഷ്ട്രീയ സന്ദർഭമാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വളരെയധികം പ്രചോദകമാണ്. അതേപോലെ സയൻസിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സാഹിത്യത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മാനേജ്മെൻറ്റിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, കലാകാരന്മാർ, ഇങ്ങനെ എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ ഭഗവത്ഗീത അവർക്ക് ഉള്ളിന് ഒരു പ്രചോദനം നൽകുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് കാണപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അതിന് കാരണം ഭഗവത്ഗീത ഒരു മനസ്സിൻ്റെ യൂസർ മാനുവൽ എന്ന നിലയ്ക്ക് വേണം കണക്കാക്കാൻ. നമ്മളെല്ലാ മനുഷ്യരും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ടാണ്. മനസ്സ് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഒരു മേഖലയിലും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ മനസ്സിൻ്റെ ഒരു യൂസർ മാനുവൽ എന്ന രീതിയിൽ വേണം ഭഗവത്ഗീതയെ നമ്മൾ കാണാൻ.
എന്താണ് ഈ യൂസർ മാനുവൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഉപകരണത്തിൻ്റെ യൂസർ മാനുവൽ ആണെങ്കിൽ ആ ഉപകരണം എങ്ങനെ വേണം പ്രവർത്തിപ്പിക്കാൻ എന്ന യൂസർ മാനുവലിൽ എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇതെങ്ങനെ അതിൽ പ്രവർത്തിപ്പിക്കരുത്, എങ്ങനെ അതിൽ നമ്മൾ പ്രയോഗിക്കരുത് എന്നും യൂസർ മാനുവലിലുണ്ടാവും. എങ്ങനെ അതിൽ പ്രവർത്തിക്കണം, എങ്ങനെ അതിൽ പ്രവർത്തിക്കാതിരിക്കണം എന്ന് രണ്ടും ഈ യൂസർ മാനുവലിൽ പറയും. മാത്രമല്ല അതിൻ്റെ ഒരു ഘടനയും ഒക്കെ യൂസർ മാനുവലിൽ പറയും. അങ്ങനെ മനസ്സിനെ സംബന്ധിച്ച ഈ വക കാര്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? വ്യാസഭഗവാൻ ഈ ഗ്രന്ഥം എഴുതുന്ന സമയത്ത് അത് മഹാഭാരത യുദ്ധത്തിൽ ഏർപ്പെടാൻ യുദ്ധരംഗത്തേക്കെത്തി ആ യുദ്ധത്തിൽ ശംഖൊക്കെ മുഴക്കി അങ്ങനെ എല്ലാവരും ആയുധപ്രയോഗത്തിന് തുടങ്ങുന്ന സന്ദർഭത്തിൽ, ഓൾറെഡി യുദ്ധം തുടങ്ങിയെന്ന് തന്നെ വേണം പറയാൻ, ആയുധം പ്രയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ യുദ്ധം തുടങ്ങിയ സന്ദർഭത്തിൽ അർജുനന് തോന്നിയ ഒരു ശോകമോഹങ്ങളുടെ ഫലമാണ് ഈ ഭഗവത്ഗീത ഉപദേശം. അർജുനൻ്റെ ഉള്ളിൽ ഒരു മോഹമുണ്ടായി. മോഹം മലയാളത്തിലുള്ള പോലെ ഈ ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലുള്ള മോഹമല്ല. മോഹം എന്ന് പറഞ്ഞാൽ അവിവേകം എന്നർത്ഥം, തിരിച്ചറിവില്ലായ്മ, ശരിയായ സന്ദർഭത്തെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയാണ് അവിവേകം. തിരിച്ചറിവില്ലായ്മ, ശരിയായതിനെ ശരിയാണെന്നും തെറ്റായതിനെ തെറ്റാണെന്നും അറിയാനുള്ള ഒരു തിരിച്ചറിവില്ലായ്മ നഷ്ടപ്പെട്ടു പോവുക, അതാണ് അവിവേകം അഥവാ മോഹം. അർജുനൻ യഥാർത്ഥത്തിൽ ഒരു സോൾജിയറാണ്, ഒരു ക്ഷത്രിയനാണ്. അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സോൾജിയറാണ് അർജുനൻ. അർജുനൻ ധർമ്മത്തിൻ്റെ ഭാഗത്തും ഈ ദുര്യോധനാദികൾ അധർമ്മത്തിൻ്റെ ഭാഗത്തുമാണ്. ആതതായികൾ എന്നാണ് അവരെക്കുറിച്ച്, കൊടും ക്രിമിനലുകൾ എന്നാണ് ഈ ദുര്യോധനാദികളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്ന് അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്ന ഈ സോൾജിയറുടെ, ഈ ക്ഷത്രിയൻ്റെ ഒരു ധർമ്മം, ഈ ധർമ്മത്തെ അനുസരിച്ച് അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയതാണ്. അതിനുവേണ്ടി തയ്യാറായിട്ടാണ് പടച്ചട്ടയൊക്കെ ഇട്ട് ആയുധമൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം തേരിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ അവിടെ നിൽക്കുന്ന സമയത്ത് അർജുനൻ്റെ മനസ്സിലുണ്ടായ ഒരു മോഹമാണ്, ഒരു മറിച്ചിലാണ്. എന്താണ് അവിടുത്തെ ഒരു മറിച്ചിൽ? നേരെ മുമ്പിൽ ഭീഷ്മ പിതാമഹനെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണ് എന്ന് വിചാരിച്ചു പോയി. മുമ്പിൽ ദ്രോണരെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യനാണ് എന്ന് വിചാരിച്ചു പോയി. യഥാർത്ഥത്തിൽ ഭീഷ്മരാണ് ആദ്യം യുദ്ധത്തിന് ശംഖുമുഴക്കുന്നത്. ദുര്യോധനന്, കൊടും ക്രിമിനലായിട്ടുള്ള ദുര്യോധനന് സന്തോഷമുണ്ടാകാൻ പാകത്തിന് ഭീഷ്മർ പിതാമഹൻ ശംഖുമുഴക്കി. ഭീഷ്മപിതാമഹൻ ശംഖുമുഴക്കുമ്പം, യുദ്ധത്തിന് ശംഖുമുഴക്കി യുദ്ധം ആരംഭിക്കുമ്പോൾ താൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് പാണ്ഡവന്മാരോടാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ആ അധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറായ രണ്ടുപേരാണ് ഈ ഭീഷ്മരും ദ്രോണരും. അങ്ങനെ അവരോട് യുദ്ധം ചെയ്യാനാണ് ഇവിടെ ഈ അർജുനന് മടി തോന്നുന്നത്. അപ്പം അർജുനൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്ദർഭം നമ്മുടെ മനസ്സിൽ ആലോചിച്ചാൽ അറിയാം. അവിടെ ഒരു സോൾജിയർ, ഈ സോൾജിയറുടെ കർത്തവ്യം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ യുദ്ധം ചെയ്യുന്നതിന് ഇദ്ദേഹം മടിച്ചു. കാരണം എന്താണ്? തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് തൻ്റെ പിതാമഹനാണെന്നും ഗുരുവാണെന്നും ചിന്തിച്ചിട്ട് ആ ഒരു മോഹമുണ്ടായതിൻ്റെ ഫലമായി, ഒരു അവിവേകമുണ്ടായതിൻ്റെ ഫലമായി, ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി, ഞാൻ സോൾജിയറാണ്, ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടവനാണ് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ശോകമുണ്ടാകുന്നു, തീവ്രമായ മാനസ സന്താപമുണ്ടാകുന്നു, മനസ്സ് തപിക്കുന്നു. അതിൻ്റെ ഫലമായി കൈയൊക്കെ വിറയ്ക്കുന്നു, ആയുധം വഴുതി താഴെ വീഴുന്നു, ശരീരമാകെ ദുർബലമായി നിൽക്കാൻ വയ്യാതെ തേർത്തട്ടിൽ ഇരുന്നു പോകുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്ന് അർജുനനെ വീണ്ടും ഉത്തേജിപ്പിച്ച് കർമ്മോന്മുഖനാക്കി തീർക്കുക എന്നുള്ളതാണ് ശ്രീഭഗവാന്റെ ആ സമയത്തുള്ള ഒരു ഭാരിച്ച കർത്തവ്യം. അങ്ങനെ അർജുനനെ വീണ്ടും കർമ്മോന്മുഖനാക്കി തീർക്കാൻ ശ്രീഭഗവാൻ ചെയ്യുന്നത് ഈ മനസ്സിൻ്റെ രഹസ്യങ്ങൾ അർജുനന് ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ദുർബലമായ മനസ്സ് എങ്ങനെയാണ് ശക്തമായിത്തീരുന്നത് എന്ന രഹസ്യം ഈ അർജുനന് ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ശ്രീഭഗവാൻ ചെയ്യുന്നത്. അതിനാണ് ഈ മനസ്സിൻ്റെ യൂസർ മാനുവലായിട്ടുള്ള ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിലെ ആശയങ്ങളൊക്കെ ശ്രീഭഗവാൻ എടുത്ത് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്? നമുക്കൊക്കെ തന്നെ ഈ അർജുനനെ മുന്നിൽ നിർത്തിക്കൊണ്ട്
നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ശ്രീ ഭഗവാന്റെ ഈ ഉപദേശം, ഭഗവത്ഗീത ഉപദേശം. അതായത് നമുക്കൊക്കെ തന്നെ ജീവിതത്തിൽ ഇങ്ങനെ ശോകമോഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ യഥാർത്ഥത്തിൽ കർത്തവ്യത്തിൽ ഏർപ്പെടാൻ മടിച്ചിട്ടോ അല്ലെങ്കിൽ ദൗർബല്യം കൊണ്ടോ നമ്മളൊക്കെ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഈ ഭഗവത്ഗീത ഉപദേശം സഹായിക്കുന്നു. ഈ 2 തലത്തിലൂടെയാണ് ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ തലം എന്ന് പറയുന്നത് കൂടെയുള്ള മനസ്സിൻ്റെ ശുദ്ധീകരണമാണ്. കർമ്മയോഗത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായി ആ കർമ്മയോഗം എന്താണ് എന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. കേവലം കർമ്മം ചെയ്യുന്നതല്ല കർമ്മയോഗം. അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. നമ്മളിനി വരുന്ന എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. അങ്ങനെ ഈ കർമ്മയോഗത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായി നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന ഈ മനസ്സിൽ അറിവുണ്ടാകാൻ, ജ്ഞാനമുണ്ടാകാൻ ആവശ്യമായ ഏകാഗ്രത, ആവശ്യമായ തെളിമ, നൈർമല്യം ഉണ്ടായിത്തീരും. അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെയാണ് രണ്ടാമത്തെ തലം, ജ്ഞാനമുണ്ടാകുന്നു. എന്താണ് ജ്ഞാനം? ഭഗവത്ഗീതയെക്കുറിച്ച് ജ്ഞാനം എന്ന് പറയുന്നത് കേവലം ഇൻഫർമേഷൻ അല്ല. നമ്മൾ ഇപ്പോൾ വിക്കിപീഡിയയിൽ നിന്നും മറ്റും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ആ ഇൻഫർമേഷൻ അല്ല ഭഗവത്ഗീതയെ സംബന്ധിച്ച് ജ്ഞാനം എന്ന് പറയുന്നത്. ആ വിക്കിപീഡിയ മുഴുവൻ കാണാപ്പാഠം പഠിച്ച ഒരാളെ ഭഗവത്ഗീത ജ്ഞാനി എന്ന് പറയില്ല. ജ്ഞാനിയാകണമെങ്കിൽ അയാൾ സ്വന്തം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, അനുഭവിച്ചറിഞ്ഞിരിക്കണം. അങ്ങനെ സ്വന്തം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ ഭഗവത്ഗീത 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതത് യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ എന്ന് ക്ഷേത്രജ്ഞ വിഭാഗജ്ഞാനമുണ്ടാകും. ക്ഷേത്രം എന്ന് പറയുന്നത്, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ടെമ്പിൾ എന്നുള്ള അർത്ഥമല്ല, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമി എന്നുള്ള അർത്ഥമാണ്. ഈ ശരീരമനസ്സുകൾ കൃഷിഭൂമിയാണ്. അതായത് ഒരു കൃഷിക്കാരൻ കൃഷിഭൂമിയിൽ വിള നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ വിള നട്ടുപിടിപ്പിക്കുമ്പോൾ അവിടെ അനാവശ്യമായ കള ഉണ്ടാകുന്നു. ഈ കളയെയൊക്കെ പറിച്ചു നീക്കി അവിടെ ആവശ്യമായ ആ വിളവ് മാത്രം കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയുണ്ടല്ലോ, ആ പ്രക്രിയയാണ് നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായ ധാരാളം ഈ വളർച്ചകൾ നമ്മുടെ മനസ്സിലുണ്ട്. നെഗറ്റീവായിട്ടുള്ള പല പല ആശയങ്ങളും നെഗറ്റീവായ പല പല ചിന്തകളും പ്രേരണകളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതിനെയൊക്കെ മനസ്സിൽ നിന്ന് നീക്കി, അതൊക്കെ കളകളാണ്, ഈ കളകളെയൊക്കെ മനസ്സിൽ നിന്ന് നീക്കി അവിടെ ശരിയായ അധർമ്മത്തെ നീക്കി ധർമ്മത്തിൻ്റെ വിളവ് ഉൽപ്പാദിപ്പിക്കുക. ഈ ശരീരത്തിൽ സൽക്കർമ്മങ്ങൾ, മനസ്സിൽ നല്ല ആശയങ്ങൾ, നല്ല ചിന്തകൾ, നല്ല ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമ്മൾ വളർത്തിയെടുക്കുന്നതിനാണ് ഭഗവത്ഗീത ഈ ശരീരത്തെ ക്ഷേത്രം എന്ന ഒരു മെറ്റഫർ കൊണ്ട് ഉപയോഗിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ കൃഷി ചെയ്യുന്നവനാരാണ്? ക്ഷേത്രജ്ഞൻ. ഈ ക്ഷേത്രജ്ഞൻ ആരാണ്? ഞാൻ തന്നെയാണ്. എന്നിൽ തന്നെ ശരീരമനസ്സുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവത്തോടുകൂടി ശരീരമനസ്സുകളെ നിരീക്ഷിക്കുന്ന ഒരാത്മാവുണ്ട്. ഒരു സെൽഫ് ഒബ്സർവേഷൻ എനിക്ക് സാധിക്കും. ഈ സെൽഫ് ഒബ്സർവേഷൻ സാധിക്കുന്ന ആ ഒരു ഫാക്കൽറ്റിയെയാണ് നമ്മൾ ആത്മാ എന്ന് പറയുന്നത്. ഈ ആത്മാവ്, അതിനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് വിളിക്കുന്നത്. ഈ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ ആത്മാവ് അഥവാ ഈ പുരുഷനും പ്രകൃതിയും, അതിൽ ഈ പുരുഷൻ അഥവാ ആത്മാവ്, ഈ ആത്മാവിനെ ശരീരമനസ്സുകളിൽ നിന്ന് വേറിട്ട്, ക്ഷേത്രത്തിൽ നിന്ന് വേറിട്ട് ക്ഷേത്രജ്ഞനെ, അതാണ് ക്ഷേത്രജ്ഞ വിഭാഗം, ആ ക്ഷേത്രത്തിൽ നിന്ന് വേറിട്ട് ക്ഷേത്രജ്ഞനെ അറിയുക എന്നുള്ളതാണ് ഭഗവത്ഗീത ജ്ഞാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും ഈ ശരീരമനസ്സുകളോട് ബന്ധപ്പെട്ടതാണ്. നമുക്കിപ്പോൾ ഒരു രോഗം വന്നാൽ ശരീരത്തിനോ അല്ലെങ്കിൽ മനസ്സിനോ ഒക്കെയാണ് രോഗം ഉണ്ടാവുക. അതേപോലെ നമുക്കിപ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാൽ അത് ശരീരവും മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾ നമ്മൾ വേർപെട്ടു പോകുന്നു, വേർപാടുണ്ടാകുന്നു, ആ വേർപാടിൻ്റെ ദുഃഖം എന്ന് പറയുന്നത് ശരീരമനസ്സുകളോട് ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ ഈ ശരീരമനസ്സുകളോട് ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ ഈ ദുഃഖങ്ങളിൽ നിന്ന് ഞാൻ ആത്മാവാണെന്നുള്ള തോന്നൽ എനിക്കുണ്ടായാൽ, ശരീരമനസ്സുകളിൽ നിന്ന് അവയെ നിരീക്ഷിക്കുന്ന
എൻ്റെ ശരീര മനസ്സുകളെ ഒബ്സർവ് ചെയ്യുന്ന, എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന സന്തോഷത്തെയും ദുഃഖത്തെയും അതേപോലെ ക്രോധത്തെയും അസൂയയെയും അതേപോലെ തന്നെ ഉത്സാഹത്തെയും കർമ്മബോധത്തെയും കർത്തവ്യബോധത്തെയും ഒക്കെ നിരീക്ഷിക്കുന്നവനായ ഒരാത്മാവ് ഞാൻ തന്നെയാണ്. ആ ആത്മാവ് അത് ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ ആത്മാവാണ് ഞാൻ എന്നുള്ള ഒരു ബോധം ഒരാൾക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ അയാൾ ഈ ശരീര മനസ്സുകളോട് ബന്ധപ്പെട്ട ദുഃഖങ്ങളിൽ നിന്ന് തനിയേ ഒരൽപ്പം മാറി നിൽക്കും. ആ മാറി നിൽക്കലാണ് ആത്യന്തിക സുഖം, ആത്യന്തിക ദുഃഖനിവൃത്തി എന്ന് പറയുന്ന മോക്ഷം. ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം മോക്ഷം എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം മറ്റേതോ ഒരു ലോകത്തെത്തുന്നതല്ല. ഭഗവത്ഗീതയെ സംബന്ധിച്ച് മോക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഹൈവ എന്ന് ഭഗവത്ഗീത അനവധി തവണ പറയും. ഇഹ ഏവ, ഇവിടെ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ മനസ്സിൽ ഈ ദുഃഖകാരണമായ ശരീര മനസ്സുകളിൽ നിന്ന് അല്പം ഡിറ്റാച്ച് ചെയ്ത് അല്പം അകന്ന് അതിൻ്റെ ഒരു നിരീക്ഷകനായി സാക്ഷിയായി മാറി നിൽക്കുന്ന അവനവനെ തന്നെ മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ദുഃഖനിവൃത്തി ഉണ്ടാകുന്നത്. എല്ലാ ദുഃഖത്തെയും നമ്മൾ സ്വയം നിരീക്ഷിക്കുകയാണ്. ആ നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ദുഃഖത്തിൽ നിന്ന് ഒരല്പം നമ്മൾ മാറി നിൽക്കുന്നു. അവനവനെ തന്നെ അവനവനിൽ നിന്നൊരല്പം മാറി നിന്ന് നോക്കിക്കാണാൻ കഴിയുന്ന ആ ഒരു ഉദാത്തമായ അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഒരു ഇളങ്കാറ്റ് പോലെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സുഖം, ആ ഒരു ശാന്തി, അതാണ് മോക്ഷം എന്ന് പറയുന്നത്. എല്ലാ ദുഃഖകാരണമായ സന്ദർഭങ്ങളിലും നമ്മൾ പെടും. പക്ഷേ ആ ദുഃഖം നമ്മളെ ആഴത്തിൽ ബാധിക്കാതെ നമ്മൾ ഇതിൽ നിന്നൊരല്പം നമ്മളൊന്ന് ഡിറ്റാച്ച്ഡായി നിൽക്കുന്ന അവസ്ഥ, ആ അവസ്ഥ ഉണ്ടാകുന്നത് ജ്ഞാനത്തിൽ നിന്നാണ്. അവനവനെക്കുറിച്ച്, ശരീരത്തെയും മനസ്സിനെയും അതേപോലെ ആത്മാവിനെയും കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിന്നാണ് ഒരാൾക്ക് ഈ ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഇതുണ്ടാക്കാൻ കാരണം കർമ്മയോഗം കൊണ്ട്, കർമ്മയോഗങ്ങൾ അനുഷ്ഠിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പരിശുദ്ധിയാണ്. ഇങ്ങനെ രണ്ട് തലങ്ങളായി കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ഉണ്ടാകുന്ന മനഃശുദ്ധി, ആ മനഃശുദ്ധിയുടെ ഫലമായി ഉണ്ടാകുന്ന ഈ ആത്മജ്ഞാനം, ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ ആത്മാവിനെക്കുറിച്ചുള്ള അനുഭവം, ആ അനുഭവജ്ഞാനത്തിലൂടെ ആത്യന്തിക ദുഃഖനിവൃത്തി, ആത്യന്തിക സുഖം. ഭഗവത്ഗീത പറയുന്നത് സുഖം ആത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്ന്. ആത്യന്തിക സുഖം നമ്മൾ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലൊക്കെ നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ആ ഒരു കുളിർകാറ്റ് പോലെ നമ്മളെ എപ്പോഴും ശാന്തമാക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു ആന്തരിക സുഖം, ജ്ഞാനത്തിൻ്റെ സുഖം, ഇതാണ് ഭഗവത്ഗീത നമുക്ക് തരുന്നത്. ഇതിന് ഈ 18 അധ്യായങ്ങളിലൂടെ ഒരു സ്കീമാണ് ഭഗവത്ഗീത അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ 6 അധ്യായം കർമ്മകാന്ഡം, പിന്നെയുള്ള 7-ാമത്തെ അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെയുള്ള 6 അധ്യായം ഉപാസനാകാന്ഡം, 13-ാമത്തെ അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെയുള്ള അവസാനത്തെ 6 അധ്യായം ജ്ഞാനകാന്ഡം. ഇങ്ങനെ 3 ഭാഗങ്ങളായി ഭഗവത്ഗീത നമുക്ക് ഉപദേശിച്ചു തരുന്ന ഈ ഒരു ജ്ഞാനം നമുക്ക് ഓരോരോ ശ്ലോകങ്ങളായി വിശദമായി പരിശോധിക്കാം. അതിനുള്ള പരിപാടിയാണ് ഈ ഗീതാസപര്യ. ഈ ഗീതാസപര്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.